അധ്യായം 7. മോശ തിരുനിവാസം നിവർത്തി കഴിഞ്ഞിട്ട് അതും അതിന്റെ ഉപകരണങ്ങളൊക്കെയും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കുകയും യാഗപീഠത്തെയും അതിന്റെ സകല പാത്രങ്ങളെയും അഭിഷേകം കഴിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്ത ദിവസം തങ്ങളുടെ പിതൃഭവനങ്ങളിൽ പ്രധാനികളും ഗോത്രപ്രഭുക്കന്മാരും എണ്ണപ്പെട്ടവരുടെ മേൽവിചാരകന്മാരുമായ ഇസ്രായേൽ പ്രഭുക്കന്മാർ വഴിപാട് കഴിച്ചു. അവർ വഴിപാടായിട്ട് ഈ 2 പ്രഭുക്കന്മാർ ഓരോ വണ്ടിയും ഓരോരുത്തൻ ഓരോ കാളയും ഇങ്ങനെ കൂടുള്ള 6 വണ്ടിയും 12 കാളയും യഹോവയുടെ സന്നിധിയിൽ തിരുനിവാസത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ യഹോവ മോശയോട്, അവരുടെ പക്കൽ നിന്ന് അവയെ വാങ്ങുക, അവ സമാഗമന കൂടാരത്തിന്റെ ഉപയോഗത്തിന് ഇരിക്കട്ടെ, അവയെ ലേവ്യരിൽ ഓരോരുത്തന് അവനവന്റെ വേലയ്ക്ക് തക്കവണ്ണം കൊടുക്കണം എന്ന് കൽപ്പിച്ചു. മോശ വണ്ടികളെയും കാളകളെയും വാങ്ങി ലേവ്യർക്ക് കൊടുത്തു. 2 വണ്ടിയും 4 കാളയെയും അവൻ ഗേർശോന്യർക്ക് അവരുടെ വേലയ്ക്ക് തക്കവണ്ണം കൊടുത്തു. 4 വണ്ടിയും 8 കാളയെയും അവൻ മെരാര്യർക്ക് പുരോഹിതനായ അഹരോന്റെ പുത്രൻ ഈഥാമാരിന്റെ കൈക്കീഴ് അവർക്കുള്ള വേലയ്ക്ക് തക്കവണ്ണം കൊടുത്തു. കെഹാത്യർക്ക് അവനൊന്നും കൊടുത്തില്ല. അവരുടെ വേല വിശുദ്ധ മന്ദിരം സംബന്ധിച്ചുള്ളതും തോളിൽ ചുമക്കുന്നതുമായിരുന്നു. യാഗപീഠം അഭിഷേകം ചെയ്ത ദിവസം പ്രഭുക്കന്മാർ പ്രതിഷ്ഠയ്ക്കുള്ള വഴിപാട് കൊണ്ടുവന്നു. യാഗപീഠത്തിന്റെ മുമ്പാകെ പ്രഭുക്കന്മാർ തങ്ങളുടെ വഴിപാട് കൊണ്ടുവന്നു. അപ്പോൾ യഹോവ മോശയോട്, യാഗപീഠത്തിന്റെ പ്രതിഷ്ഠയ്ക്കായി ഓരോ പ്രഭു ഓരോ ദിവസം താന്താന്റെ വഴിപാട് കൊണ്ടുവരണം എന്ന് കൽപ്പിച്ചു. 1-ാം ദിവസം വഴിപാട് കഴിച്ചവൻ യഹൂദാ ഗോത്രത്തിൽ അമ്മീനാദാബിന്റെ മകനായ നഹശോൻ. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 ചെമ്മരിയാട്ടിൻകുട്ടി. ഇത് അമ്മീനാദാബിന്റെ മകനായ നഹശോന്റെ വഴിപാട്. 2-ാം ദിവസം ഇസാഖാരിന്റെ മക്കളുടെ പ്രഭുവായ സൂവാരിന്റെ മകൻ നെഥനയേൽ വഴിപാട് കഴിച്ചു. അവൻ വഴിപാട് കഴിച്ചത് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് സൂവാരിന്റെ മകനായ നെഥനയേലിന്റെ വഴിപാട്. 3-ാം ദിവസം സെബൂലൂന്റെ മക്കളുടെ പ്രഭുവായ ഹേലോന്റെ മകൻ ഏലിയാബ് വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഹേലോന്റെ മകൻ ഏലിയാബിന്റെ വഴിപാട്. 4-ാം ദിവസം രൂബേന്റെ മക്കളുടെ പ്രഭുവായ ശെദേയൂരിന്റെ മകൻ ഏലീസൂർ വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം.
ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ശെദേയൂരിന്റെ മകൻ ഏലീസൂരിന്റെ വഴിപാട്. 5-ാം ദിവസം ശിമെയോൻ മക്കളുടെ പ്രഭുവായ സൂരീശഥായുടെ മകൻ ശെലൂമിയേൽ വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് സൂരീശഥായുടെ മകൻ ശെലൂമിയേലിന്റെ വഴിപാട്. 6-ാം ദിവസം ഗാദിന്റെ മക്കളുടെ പ്രഭുവായ ദെയൂവേലിന്റെ മകൻ ഏലിയാസാഫ് വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ദെയൂവേലിന്റെ മകൻ ഏലിയാസാഫിന്റെ വഴിപാട്. 7-ാം ദിവസം എഫ്രൈമിന്റെ മക്കളുടെ പ്രഭുവായ അമ്മീഹൂദിന്റെ മകൻ ഏലീശാമ വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് അമ്മീഹൂദിന്റെ മകൻ ഏലീശാമയുടെ വഴിപാട്. 8-ാം ദിവസം മനശ്ശെയുടെ മക്കളുടെ പ്രഭുവായ പെദാസൂരിന്റെ മകൻ ഗമലിയേൽ വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് പെദാസൂരിന്റെ മകൻ ഗമലിയേലിന്റെ വഴിപാട്. 9-ാം ദിവസം ബെന്യാമീന്റെ മക്കളുടെ പ്രഭുവായ ഹിദയോനിയുടെ മകൻ അബീദാൻ വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ,
1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഗിദെയോനിയുടെ മകൻ അബീദാന്റെ വഴിപാട്. 10-ാം ദിവസം ദാന്റെ മക്കളുടെ പ്രഭുവായ അമ്മീശദായുടെ മകൻ അഹിയേസർ വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് അമ്മീശദായുടെ മകൻ അഹിയേസരിന്റെ വഴിപാട്. 11-ാം ദിവസം ആശേരിന്റെ മക്കളുടെ പ്രഭുവായ ഒക്രാന്റെ മകൻ പഗീയേൽ വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഒക്രാന്റെ മകനായ പഗീയേലിന്റെ വഴിപാട്. 12-ാം ദിവസം നഫ്താലിയുടെ മക്കളുടെ പ്രഭുവായ ഏനാന്റെ മകൻ അഹീര വഴിപാട് കഴിച്ചു. അവന്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവുകൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഏനാന്റെ മകൻ അഹീരയുടെ വഴിപാട്. യാഗപീഠം അഭിഷേകം ചെയ്ത ദിവസം ഇസ്രായേൽ പ്രഭുക്കന്മാരുടെ പ്രതിഷ്ഠാ വഴിപാട് ഇതായിരുന്നു: വെള്ളിത്തളിക 12, വെള്ളിക്കിണ്ണം 12, പൊൻകലശം 12. വെള്ളിത്തളിക 1 തൂക്കം 130 ശേക്കൽ, കിണ്ണം 1 70 ശേക്കൽ. ഇങ്ങനെ വെള്ളിപാത്രങ്ങൾ ആകെ വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 2400 ശേക്കൽ. ധൂപവർഗം നിറഞ്ഞ പൊൻകലശം 12, ഓരോന്നും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 10 ശേക്കൽ വീതം. കലശങ്ങളുടെ പൊന്ന് ആകെ 120 ശേക്കൽ. ഹോമയാഗത്തിനുള്ള നാൽക്കാലികളെല്ലാം കൂടി കാളക്കിടാവ് 12, ആട്ടുകൊറ്റൻ 12, 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞാട് 12. അവയുടെ ഭോജനയാഗം പാപയാഗത്തിനായി കോലാട്ടുകൊറ്റൻ 12, സമാധാനയാഗത്തിനായി നാൽക്കാലികളെല്ലാം കൂടി കാള 24, ആട്ടുകൊറ്റൻ 60, കോലാട്ടുകൊറ്റൻ 60, 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞാട് 60. യാഗപീഠത്തെ അഭിഷേകം ചെയ്ത ശേഷം അതിന്റെ പ്രതിഷ്ഠയ്ക്കുള്ള വഴിപാട് ഇതുതന്നെ. മോശ തിരുമുമ്പിൽ സംസാരിപ്പാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ അവൻ സാക്ഷ്യപ്പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തെങ്കിൽ നിന്ന് 2 കെരൂബുകളുടെ നടുവിൽ നിന്ന് തന്നോട് സംസാരിക്കുന്ന തിരുശബ്ദം കേട്ടു. അങ്ങനെ അവൻ അവനോട് സംസാരിച്ചു.